ആ അത് പറയില്ല. ഇത് സ്വർണ്ണാണ്, സ്വർണ്ണ ഗോൾഡിന്റെ കോഫിയാണ്, ഗോൾഡ് കോഫി. അങ്ങനെയൊക്കെയുള്ള ഹോട്ടലിലാണ് പോയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. എവിടേക്കാ നമ്മൾ പോണ്? പറയ്. ഫുഡ് എങ്ങനെയുണ്ട്? എടുക്കെടുക്ക്, അടിക്കട്ടെ അടിക്കട്ടെ. ഓണം ബമ്പറാണോ ചേച്ചിത്? ഇതൊന്ന് ഞാൻ ഇതൊക്കെ ഒരു നമ്പറാണ്. 25 കോടി. അപ്പൊ ഇന്ന് ഞങ്ങളെല്ലാരും കൂടി ഗുരുവായൂർ പോണ്. അമ്മൂന്റെ അരങ്ങേറ്റാണ്. ഒന്നിച്ചെടുത്താ അങ്ങനെ കേട്ടില്ല. എന്താണ് പറയാനുള്ളത് ഗുരുവായൂർ വന്നതിനെ കുറിച്ച്? അപ്പൊ ഞങ്ങള് ഗുരുവായൂരിന്റെ കിഴക്കേ നടയിലാണ്. അപ്പൊ ഇന്ന് അമ്മൂന്റെ ഡാൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ പതിവില്ല ജനം തിരക്ക്. സ്ലോ മോഷനിലാണ് കേട്ടോ. ഗുരുവായൂർ വന്നതിനെ കുറിച്ച് ആണല്ലോ. ഒരു സ്റ്റെപ്പ് കാണിക്കുക, എന്തേലും കാണിച്ചോ. എല്ലാവരും ഗൈസ്. പറഞ്ഞാലോ എല്ലാരും ചിരിക്കൂ, സ്മൈൽ. അല്ലല്ല അരങ്ങേറ്റ പറ. അരങ്ങേറ്റാണ് പറ. അരങ്ങേറ്റം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് പരിപാടി. അരങ്ങേറ്റാണ് ഗുരുവായൂർ മുന്നിലാണ്. അമ്മൂന്റെ ഒന്നാമത്തെ ഡാൻസ് കഴിഞ്ഞു. ഉഷാർ ഉഷാർ. ഇന്ന് അരങ്ങേറ്റാണോ? അരങ്ങേറ്റല്ല, വെറുതെ Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
ഇവിടെ വന്നപ്പോൾ വീഡിയോ ഒന്നും ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല പറഞ്ഞു, അതുകൊണ്ട് ഒന്നും എടുത്തില്ല, എല്ലാം പോയി. ഇവിടെ നിന്ന് എടുക്കേ, ആ മരത്തിൻ്റെ ആ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അവിടെ മതി, ഇവിടെ മതി. അല്ല ഇത് വീഡിയോ ആണ് കേട്ടാ, വീഡിയോ ആണ് പറയാ. അമ്മൂൻ്റെ ഒരു 3-4 ഡാൻസ് കഴിഞ്ഞു, ഇനി ഒരു ഡാൻസ് കൂടെ ഉള്ളൂ, അപ്പോൾ അതും കൂടി കാണണം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ പോവാ. പിന്നെ വേറെ എവിടെയെങ്കിലും പോകണ്ടോ? ഉത്രാട സദ്യ കഴിക്കണം. എന്നാൽ ഉത്രാടം സ്പെഷ്യലായിട്ടാണ് ഇന്ന് അമ്മൂൻ്റെ ഡാൻസ് നടത്തിയത്. ഇപ്പോൾ ഗുരുവായൂരിൻ്റെ തെക്കേ നടയുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകണം. ഇവിടെയാണ് ഈ ആന ഉള്ളത്. രാജരത്നം പത്മനാഭൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്, ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട്. 12 മണിയായി, നല്ല മഴ വരാൻ തുടങ്ങി. ഇത് മഴ പെയ്ത് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. ഉഷാർ ചായ അത്രേ ഉള്ളൂ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ വ്ളോഗ് കാണുന്ന സുബി, ഉല്ലാസ്, ആരി എന്നിവരെ ശ്രമിക്കണം. പിന്നെ ബാക്കി കുറച്ച് പേരും കൂടി ഉണ്ട്. ആരൊക്കെ? സൂര്യ, ഐശ്വര്യ. പ്രത്യേകം നമ്മൾ എല്ലാവരും ശ്രമിക്കും. 2 പൈനാപ്പിൾ ജ്യൂസ് പടയ്ക്കാം. സോറി, ഒരു പൈനാപ്പിൾ, ഒരു മുസമ്പി കടയൊക്കെ ഇരിക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ ജ്യൂസിൽ ഒതുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. മുസമ്പി ആൻഡ് പൈനാപ്പിൾ രണ്ടും കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ, ഒരേ കളറില്ലേ. ഇവിടേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ചുറ്റും, അമ്പലത്തിന് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ബസ്സൊക്കെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും, കാരണം ഇപ്പോൾ ഓണത്തിൻ്റെ സമയവും അല്ലാത്ത ടൈമിലൊക്കെ ഗുരുവായൂർ എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഗുരുവായൂരപ്പൻ്റെ അവിടെ വന്നിട്ട് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ലോട്ടറി പോയിട്ട് 2 അടിച്ചു കഴിഞ്ഞാൽ അത്ര കോടികളല്ലേ വരാമെന്ന്. ഇവിടെയോ അമ്മോ കം ഹിയർ. ഇത് ഫോട്ടോ ഇല്ലാട്ടാ, എൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. നല്ലത് നോക്കി എടുക്കുക. നല്ല ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത പരിപാടിക്ക് പോകണം. നേരെ വരുന്ന വഴിക്ക് എൻ്റെ 1-2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. ഉത്രാട സദ്യ കഴിക്കാനുള്ള തിരക്കാണ്. 12:30 ഒരു 3 മണിയാകുമ്പോഴേക്കും കിട്ടുന്നുണ്ടാവും. ഒരു മണിക്കൂർ ഇത് കേൾക്കുന്നില്ല. 1 മണിക്കൂർ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പകുതി പോലും എത്തിയിട്ടില്ല. അടുത്ത 1 മണിക്കൂർ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്താ? കടലമിഠായി കഴിക്കാൻ പോവാണ്.
ചാനലിൽ വീഡിയോസ് വരുമോന്ന് ഉറപ്പില്ല. കമ്മിയാവും. ടാറ്റ ടാറ്റ. എക്സ്പീരിയൻസ് 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ പന്തലുള്ള ക്യൂവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകും. ക്യൂ നിന്ന് കുറച്ച് അഡ്വാൻസ് ആയി. ഇനിയിപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് ആദ്യം. അമ്പലത്തിലൊന്നും ഒന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഗുരുവായൂർ ദേവസ്വം കാര്യം പിടിച്ചോണ്ട് കൊണ്ടാണ് വീട് നഗരിപ്പുറം. കാണണ്ടോ? താഴെ നോക്ക്, മോള് കയറിട്ട് എങ്ങനെ മയിൽപ്പീലൊക്കെ വരച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് അയനാര്. ഇപ്പൊ ഞങ്ങള് ആദ്യമായിട്ട് ഉത്രാട സദ്യ കഴിക്കാൻ പോവാണ് ഗുരുവായൂരിൽ വെച്ച്. ചെറിയ അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം വന്നെത്തി. 2:45 ആകുമ്പോഴേക്കും ഏകദേശം എത്താറായി. ഇനി സദ്യ കഴിച്ചിട്ട് വരാം. ഞങ്ങൾക്ക് എല്ലാവരും കിട്ടില്ല. ഉണ്ണിക്കും കിട്ടിയില്ല. സദ്യ കഴിച്ചു വരികയാണ്. ഒരേ ഒരു പ്രശ്നമല്ല, പായസം കഴിഞ്ഞു പോയി. ഇതാണ് ഞങ്ങൾ അടുത്തെടുക്കാൻ പോണ വ്ളോഗ്. ഗുരുവായൂർ മതിലകത്ത്. അതാ ഷർട്ടൊക്കെ ഇങ്ങനെ വരാൻ പോവാണ്. സുബിയാണ് നമ്മുടെ. ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത കോൾഡ് കോഫി കട അടച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം.